തൃശ്ശൂർ സ്പോർട്സ് കൗൺസിലെ LDക്കാർക്ക് പൈക്ക ഫണ്ട് 12 കോടി അമക്കി മറ്റൊരു 15 ലക്ഷം രൂപയും സ്പോർട്സ് കൗൺസിലിൻ്റെ അമക്കിയതായിട്ട് വാർത്തകൾ വരുന്നു. ഗ്രാമീണ കായിക വികസനത്തിനുള്ള കേന്ദ്ര ഫണ്ടാണ് പൈക്ക ഫണ്ട് എന്ന് പറഞ്ഞാൽ യുവ ക്രീഡ ഔർ ഖേൽ അഭിയാൻ എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ 12 കോടി രൂപ തൃശ്ശൂരിലെ സ്പോർട്സ് കൗൺസിലിന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ലഭിച്ചു. അതിൽ 11 കോടി 91 ലക്ഷം രൂപ ഇപ്പം കാണാനില്ല, അതിന് അക്കൗണ്ടുമില്ല. സ്പോർട്സ് കൗൺസിൽ LD ക്രാക്കാണ് ഇത് കൈകാര്യം ചെയ്തത്. അദ്ദേഹം CPMൻ്റെ അനുഭാവിയാണ്. CPM അദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. തൃശ്ശൂരെ നമുക്കറിയാം, അവിടുത്തെ ബാങ്കുകളിലെ പല ബാങ്കുകളിലും പണം അടിച്ചു മാറ്റിയത് CPM നേതാക്കന്മാരാണ്. അതുപോലെ തൃശ്ശൂർ സ്പോർട്സ് കൗൺസിലും അവിടെ 12 കോടി പൈക്കയുടെ വന്നു, അതിപ്പം കാണാനില്ല. അതെങ്ങനെ ചെലവഴിച്ചു ഒന്നും അറിയത്തില്ല. LD ക്ലാർക്കായ ഒരാൾ അവിടുന്ന് ഇത് പിടി വീഴും എന്ന് തോന്നി ധനകാര്യ വകുപ്പിൻ്റെ ഒരു അന്വേഷണം വന്നു. അന്വേഷണം വന്നപ്പോഴാണ് 15 ലക്ഷം രൂപ സ്പോർട്സ് കൗൺസിലിൽ വീണ്ടും അക്കൗണ്ടില്ലാതെ പോയിരിക്കുന്നു. അന്വേഷണം മുറിയോട് ഇദ്ദേഹം CPMനെ സ്വാധീനിച്ചിട്ട് ഇയാൾ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രം സ്പോർട്സ് കൗൺസിലേക്ക് മാറി. അതിനുശേഷം ഇയാൾ ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശൂന്യവേതന അവധിയെടുത്തു 4 വർഷത്തേന്. അങ്ങനെ വിദേശത്ത് പോകാനുള്ള കാരണം ഇതിൽ നിന്ന് തടി തപ്പാൻ വേണ്ടി ഈ പണം വെട്ടിച്ചതിനെപ്പറ്റി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 5 വർഷത്തേന് അവധിക്ക് അപേക്ഷിച്ചു. അത് ഏകദേശം ഗ്രാൻറ്റ് ചെയ്തു. അത് പോയോ ഇല്ലയോ എന്നറിയത്തില്ല. അത് ഗ്രാൻറ്റ് ചെയ്ത ശേഷം ഇയാൾ ജോലിക്ക് പോകുന്നില്ല, പക്ഷേ 4 മാസത്തെ ശമ്പളം കൂടെ വാങ്ങിച്ചിരിക്കുന്നു. അന്വേഷണം മുറുകിയപ്പം UDF ഗവൺമെൻറ് വന്നപ്പം സ്വയം വിരമിക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് റെസിഗ്നേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ വന്നിട്ട് അത് വെട്ടിച്ചെടുത്ത ശേഷം അതിന് ധനകാര്യ വകുപ്പിൻ്റെ അന്വേഷണം ഉണ്ടായിട്ട് അയാളെ ഒന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല. അയാൾക്കെതിരായിട്ട് ഒരു ക്രിമിനൽ കേസ് എടുത്തിട്ടില്ല. ഇതൊരു മിസ്അപ്രോപ്രിയേഷൻ അല്ലേ, സർക്കാർ ഫണ്ട് വെട്ടിച്ചതല്ലേ, പ്രത്യേകിച്ച് കേന്ദ്ര ഫണ്ടല്ലേ. അത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ തൃശ്ശൂർ സ്പോർട്സ് കൗൺസിലെ പോലീസിനെ അവർ പരാതി കൊടുത്തില്ല. അതിന് പകരം രാഷ്ട്രീയ സ്വാധീനത്താൽ ഇദ്ദേഹം ആ LD ക്ലാർക്ക് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിലേക്ക് ചാടി. ഇവിടെ ഇരുന്നിട്ടും അതിനെപ്പറ്റി ഒരു നടപടികളൊന്നും ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കാം ഒന്നും ഉണ്ടായില്ല. തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിലിൽ ഇരുന്ന് ഇപ്പോൾ 5 വർഷത്തെ ലീവ് എടുത്ത് അത് സാങ്ഷൻ വാങ്ങിച്ചു. ആ സാങ്ഷൻ വാങ്ങിച്ച ശേഷവും വിദേശത്ത് പോയോ ഇല്ലയോ എന്നതിനെപ്പറ്റി അറിയില്ല. 4 മാസത്തെ ശമ്പളം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ധനകാര്യ വകുപ്പിൻ്റെ സ്പോർട്സ് കൗൺസിലെ തൃശ്ശൂരിലെ അന്വേഷണത്തിൽ 15 ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പൂടെ നടത്തിയിരിക്കുന്നു. ആ 15 ലക്ഷം രൂപ എന്തിനു ചിലവാക്കി, എങ്ങനെ ചിലവാക്കി എന്നൊന്നും കണക്കില്ല, അതിനൊരു രേഖയുമില്ല. 15 ലക്ഷം രൂപ അവിടെ വന്നു എന്നുള്ള രേഖയുണ്ട്, അത് ആരടിച്ചുകൊണ്ട് പോയെന്നും അറിയത്തില്ല. അതുപോലെയാണ് പൈക്കയുടെ ഏകദേശം 12 കോടി രൂപയുടെയും അവസ്ഥ. ഏതായാലും ഇതുപോലെയുള്ള തട്ടിപ്പുകൾ കേരളത്തിൽ സർവ്വസാധാരണമായി. സർക്കാരിൻ്റെ എവിടെയെങ്കിലും അല്പം പണമുണ്ടെങ്കിൽ അത് അടിച്ചു മാറ്റും. അത് ട്രഷറിയിലായാലും ശരി, എവിടെയായാലും ശരി, അടിച്ചു മാറ്റുന്ന സ്വഭാവക്കാരാണ് ഭൂരിപക്ഷം ആ യൂണിയനിലുള്ള ആൾക്കാരല്ല. സർക്കാരിൻ്റെ പണം തട്ടിയെടുത്തു കഴിഞ്ഞാൽ അവരെ ഇമ്മീഡിയറ്റായിട്ട് കേസെടുത്ത് അകത്താക്കേണ്ട ചുമതല സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ ആ വകുപ്പിൻ്റെ മേധാവികൾക്കുണ്ട്. അവരുമൊക്കെ അതിന് കൃത്യമായ രീതിയിൽ ഇടപെടുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും 12 കോടി പൈക്കയുടെ കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിന് ഇമ്മീഡിയറ്റായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് ആ പണം എങ്ങനെ ചിലവാക്കിയെന്നും അത് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇയാളെ പ്രോപ്പർട്ടിയിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ടതാണ്. കാരണം പാവപ്പെട്ട സ്പോർട്സുകാർക്ക്, കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതാണ് ഈ പൈക്ക 12 കോടി. 15 ലക്ഷം രൂപ സ്പോർട്സ് കൗൺസിലിൽ വേറൊരു തട്ടിപ്പൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ പുതിയ ഗവൺമെൻറ് വന്നപ്പം ചില വാർത്തകൾ വരുന്നത് നമ്മൾ കണ്ടു. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ ഗോഡൗണിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സ്പോർട്സ് ഗുഡ്സുകൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും അടിയന്തരമായ 2000-3000 രൂപയുടെ അവരുടെ ബൂട്ടുകളും അവരുടെ ഷൂകളും അവിടെ ഇഷ്ടം പോലെ ഗോഡൗണിൽ കിടക്കുകയാണ്. ആരും ഉപയോഗിക്കുന്നില്ല. അത് ഈ അടുത്ത കാലത്ത് ഏതായാലും ഈ പുതിയ ഗവൺമെൻറ് വന്ന ശേഷം സ്പോർട്സ് കൗൺസിൽ പരിശോധിച്ചപ്പം ഇതുപോലെയുള്ള ഷൂകളും മറ്റും ഇപ്പം കുട്ടികൾക്ക് സപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വ്യാപക അഴിമതിയാണ് സ്പോർട്സ് കൗൺസിൽ, നാതിലില്ല കളരിയാണ്. അതുകൊണ്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ ഉത്തരവാദിത്തം ഇനി സ്പോർട്സുകാരുടെ കയ്യിലോട്ട് കൊടുക്കണ്ട,
അവിടെ ഏത് സ്പോർട്സുകാരൻ വന്നാലും തട്ടിപ്പും വെട്ടിപ്പുമാണ് കാണുന്നത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു അണ്ടർ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറിയിലുള്ള ഫിനാൻസിൻ്റെ ആരെയെങ്കിലും സ്പോർട്സ് കൗൺസിലിൽ പോസ്റ്റ് ചെയ്യണം. അവിടുത്തെ പെർമനൻറ്റ് സെക്രട്ടറി ആയിട്ട് വിടണം. അല്ലാതെ പാർട്ടിയുടെ ആളല്ല, അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരാളെ ഇത്രയും വലിയ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയുടെ തലപ്പത്ത് കൊണ്ട് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കുറച്ച് കുറയും.